കോട്ടയം ജില്ലയുടെ ഏറ്റവും സെൻട്രൽ കിടക്കുന്ന സ്ഥലം ഏതാ, ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഏരിയ എവിടെയാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖല അതെവിടെയാ, ഉരുൾപൊട്ടൽ ഒട്ടുമില്ലാത്ത മേഖല അതെവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ, ഏറ്റുമാനൂര്. ഏറ്റുമാനൂർ ടൗണിന് സമീപത്തായിട്ട് ഏറ്റുമാനൂർ ടൗണിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ഒരു 8.5 സെന്റ് സ്ഥലത്തിന് 1650 സ്ക്വയർ ഫീറ്റ് ഒരു 2 നില വീടായിട്ട് പണി കഴിപ്പിച്ചപ്പെട്ടിരിക്കുന്ന അടിപൊളി വീട്. ഹൈവേയിൽ നിന്നും ജംഗ്ഷനിൽ നിന്നൊന്നും അധികം ദൂരമില്ലെന്നേ. അടിപൊളിയായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. ചോദിക്കുന്ന വില 70 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഏറ്റുമാനൂർ അമ്പലം, ഏറ്റുമാനൂർ പള്ളി, അതുപോലെ തന്നെ ജ്ഞാനായക്കാരാണെങ്കിൽ അവരുടെ പള്ളികളൊക്കെ അടുത്തുണ്ട്. അതുപോലെ തന്നെ അമ്പലം, ഞാൻ പറയാം ഏറ്റുമാനൂർ അമ്പലമാണ് ചരിത്ര പ്രസിദ്ധമായ 7 പൊന്നാനകളുടെ അമ്പലമാണ്. ഈ അമ്പലമൊക്കെ തൊട്ടടുത്ത്. അപ്പോൾ അമ്പലത്തിൽ പോകണമെങ്കിലൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ ഒരു കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ആരാധനാലയങ്ങള്, സൂപ്പർ മാർക്കറ്റുകൾ, റെയിൽവേ സ്റ്റേഷന്, എയർപോർട്ടിൽ പോകണമെങ്കിൽ എളുപ്പ വഴിയെ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം കാത്തിരിക്കുക. അപ്പോൾ വിളിക്കാൻ മറക്കണ്ട. ഈ വീഡിയോയോടൊപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ ഉണ്ട്. ഞങ്ങളെ വിളിക്കാൻ ഒട്ടും മറക്കണ്ട, മടിക്കണ്ട, വേഗം വിളിച്ചോളൂ. വന്ന് ഈ പ്രോപ്പർട്ടി നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 8.5 സെന്റ് സ്ഥലത്തിനകത്ത് 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്. ഹൈവേയിൽ നിന്നും ഒരു 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ ടൗണിന് സമീപത്ത് തന്നെയാണ്. ഏറ്റുമാനൂർ കവളക്കുഴിക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വീട്. 8.5 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റ് വീടും. ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. നല്ല ഒരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വീട്. നല്ലൊരു സിറ്റ് ഔട്ട്, ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നല്ല മുറ്റമൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റോണൊക്കെ ഇട്ട് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിരിക്കുന്നു. ടെസ്റ്റർ വർക്ക് ചെയ്തിരിക്കുന്ന പില്ലർ വർക്കുകളാണ് കാണുന്നത്. നല്ലൊരു റോഡ് ആക്സസോട് കൂടി നല്ല രീതിയിൽ തന്നെ വീട്ടിലേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മെറ്റവും സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കണ്ടത്. നേരെ തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോർ കടന്ന് നമ്മൾ അകത്തേക്ക് കയറി നല്ല ഒരു സ്വീകരണ മുറി, ഡൈനിങ് ഹോള്, അതുപോലെ തന്നെ നല്ല ഇന്റീരിയർ ജിപ്സം വർക്കോട് കൂടിയുള്ള നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ജിപ്സം സീലിങ്ങുകൾ, മുകളിൽ കയറുവാൻ സ്റ്റെയർ കേസ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് കയറിയത്. ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് TV യൂണിറ്റിന്റെ പോയിന്റ് കാണാം. ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കർട്ടൺ വർക്കുകളെല്ലാം തീർന്ന് കിടക്കുന്ന, മുഴുവൻ കംപ്ലീറ്റ് വർക്കുകളും ഫിനിഷ് ചെയ്ത് കർട്ടൺ വർക്ക് സഹിതം ഫിനിഷ് ചെയ്തിരിക്കുന്ന വീടാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ 7 പൊന്നാനകളുടെ നാട്ടില് ഏറ്റുമാനൂർ ടൗണിന് സമീപത്ത്, ഏറ്റുമാനൂർ കവളക്കുഴിക്ക് സമീപത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ റോഡുമായിട്ടുള്ള ആക്സസ് ഏകദേശം 400-500 മീറ്റർ ദൂരം മാത്രമാണ്. 400-500 മീറ്റർ ദൂരം മാത്രമാണ് ആക്സസ് വരുന്നത്. ഇവിടെയാണ് TV യൂണിറ്റിന്റെ പോയിന്റ് വരുന്നത്. വീണ്ടും നമ്മള് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ തടി കൊണ്ടുള്ള ഡോറുകളാണ് ബെഡ്റൂമുകൾക്കും കൊടുത്തിരിക്കുക. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. ACP ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ ബെഡ്റൂമുകളിലും ജിപ്സം വർക്കുകൾ കൊടുത്ത് നല്ല സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തുറന്നു കയറി കഴിയുമ്പോൾ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകളാലും ഭംഗിയാക്കി എടുത്തിരിക്കുന്ന ഷവർ, അതുപോലെ തന്നെ ക്ലോസറ്റ്, വാഷ് ബേസിന് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡഡ് ആക്കി ചെയ്തിരിക്കുന്ന എക്സോസ്റ്റ് ഫാൻ സഹിതം വെച്ചിരിക്കുന്ന ടോയ്ലറ്റുകളാണ് ഇവിടെ വന്നിരിക്കുക. 3 ബെഡ്റൂമാണ്, 3ഉം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്.
സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോകുവാൻ, ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാൻ എല്ലാമുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ അടുത്ത് തന്നെയാണ്. വളരെ അടുത്തായിട്ട് തന്നെ എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സുകള്, സൂപ്പർ മാർക്കറ്റുകള്, കോൾഡ് സ്റ്റോറേജുകള്, വെജിറ്റബിൾ ഷോപ്പുകൾ എല്ലാം വളരെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരം മാത്രമാണ്. 1 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനും ഇടയിലാണ് ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റുമാനൂർ ടൗൺ പള്ളിയാണ് ഇടവക വരിക. അതുപോലെ ഇവിടെ ജ്ഞാനായക്കാർക്ക് തൊട്ടടുത്ത് തന്നെ ജ്ഞാനായ ചർച്ച് ഇവിടെയുണ്ട്. വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ, ബാർ ഹോട്ടലുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജുവലറികൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ എന്ന് വേണ്ടുന്ന എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് ലഭിക്കാവുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും, സ്കൂൾ ബസ്സുകൾ ഇതുവഴി തൊട്ടടുത്ത് തന്നെ വരുന്നതാണ്. ഇവിടെ ഏറ്റുമാനൂർ SFS സ്കൂള്, എബനേസർ സ്കൂള്, മാമാനം കെ സ്കൂള്, അങ്ങനെ എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി തന്നെ വരുന്നതാണ്. നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ച് കിച്ചണിന്റെ മനോഹരമായ ദൃശ്യങ്ങൾക്ക് ശേഷം വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി അടുക്കളയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇതാണ് കിണർ വന്നിരിക്കുന്നത്. കിണർ ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള കിണറാണ് ഇവിടെ വന്നിരിക്കുക. ടൗണിനടുത്ത് തന്നെ ടെറസിന്റെ സ്ഥലത്തിനകത്ത് ഒരു വീട്, അതും ഈ കുറഞ്ഞ വിലയ്ക്ക് ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അതിശയോക്തി തന്നെയാണ്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് കടന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെയും ചെറിയ കർട്ടൺ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂം, താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, കിച്ചണ്, വർക്ക് ഏരിയ എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുക. നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി ഇതാണ് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള സ്റ്റെയർ കേസിലേക്കുള്ള സ്പേസും എല്ലാം വന്നിട്ടുണ്ട്. ടൈലുകളെല്ലാം എപ്പോക്സി ഇട്ടിരിക്കുന്നു. എപ്പോക്സി ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ടൈല് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക്, ഡെയിലി ജോലിക്കൊക്കെ ട്രെയിന് പോകുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 2 വീലർ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുവാനായിട്ടൊക്കെ ഞങ്ങളൊക്കെ പാലായിൽ നിന്നൊക്കെ ഷോർട്ട് കട്ട് വഴിയായിട്ട് കയറി പോകുന്നത്, എയർപോർട്ടിലേക്കൊക്കെ പോകുന്നത് ഈ റോട്ടിലൂടെയാണ്. ഏറ്റുമാനൂർ, കൂത്താട്ടുകുളം, അങ്ങനെ ആ വഴിയിലേക്കൊക്കെ പോകുവാനായിട്ട് എല്ലാം നല്ല വീതിയുള്ള നല്ല റോഡ് ആക്സസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന, കോട്ടയം ജില്ലയുടെ മധ്യഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കും സ്വന്തമാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക, വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. വന്ന് കണ്ട് പ്രോപ്പർട്ടി ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഫോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ളവർക്കാണ് മെയിനായിട്ടും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. മാക്സിമം ലോൺ വേണ്ടവർക്ക് അത്രയും നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അടിപൊളി വീട്, അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.